നമസ്കാരം. ഞാൻ സിന്ധു നന്ദകുമാർ, ക്രിയേറ്റീവ് ഡയറക്ടർ, ഇന്നോവേറ്റീവ് ഓതേഴ്സ് ഇന്റർനാഷണൽ ഫോറം. അക്ഷരങ്ങളെയും സാഹിത്യത്തിനെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ഒരു നല്ല പുസ്തകം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കും കിട്ടി ഇന്ന് നല്ലൊരു സമ്മാനം. ശ്രീ മുരളീധരൻ കാവല്ലൂർ എഴുതിയ തുന്നിച്ചേർക്കാത്ത വിരൽ എന്ന ഈ പുസ്തകം. വ്യത്യസ്തമായ തലക്കെട്ട്. കിട്ടിയപാടെ ഞാനൊന്ന് കണ്ണോടിച്ചു നോക്കി. എൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത് അച്ഛനെ പറ്റിയുള്ള ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പോകുന്നു: അച്ഛൻ്റെ സാന്നിധ്യം നിശബ്ദമാണ്. അച്ഛൻ ചിരിച്ചിരുന്നത് കണ്ണുകളിലൂടെയാണ്. അച്ഛൻ ഇപ്പോഴും എപ്പോഴും വരാന്തയിലെ ചാരുകസേരയിൽ എനിക്ക് കാണാൻ കഴിയും. അച്ഛനെ ഇപ്പോഴും എപ്പോഴും വരാന്തയിലെ ചാരുകസേരയിൽ എനിക്ക് കാണാൻ കഴിയും. 3 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ നഷ്ടപ്പെട്ട ഒരു മകളാണ് ഞാനും. അതുകൊണ്ട് തന്നെ ഈ വരികളിലെ ആഴവും അർത്ഥവും മറ്റാരെക്കാട്ടിലും എനിക്കറിയാൻ സാധിക്കും. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ദുഃഖം, അല്ലെങ്കിൽ അവർ തന്നിട്ട് പോകുന്ന ഒരു നിശബ്ദത പലപ്പോഴും വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നാൽ അത് ഒരു 3 വരികളിൽ എത്ര ഭംഗിയായി ഈ എഴുത്തുകാരൻ കുറിച്ചിരിക്കുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അടുത്ത ഒരു കുറിപ്പ്, മരുഭൂമിയിലേക്ക് എന്ന്. അതിൻ്റെ ഒരു വരി ഇങ്ങനെ പോകുന്നു: വിശപ്പിൻ്റെ വേദന, ദാഹത്തിൻ്റെ ആഴം അത് ശരിക്കും അറിയണമെങ്കിൽ ബോംബെയിൽ ഒരിക്കലെങ്കിലും തനിയെ ജീവിക്കണം. ബോംബെയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും പല മനുഷ്യരും ഈ വിഷമം അറിയുന്നുണ്ട്. ഒരു പുസ്തകം നല്ലതാണോ എന്ന് അറിയാൻ നമ്മൾ ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കണം എന്നില്ല. അതിലെ 1-2 വരികൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു സംശയവും കൂടാതെ എനിക്ക് പറയാൻ പറ്റും, ഇത് നമ്മൾ വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകമാണെന്ന്. സാഹിത്യത്തിനെ സ്നേഹിക്കുന്ന, എഴുത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും നിർബന്ധമായും ഈ ബുക്ക് വാങ്ങി വായിക്കണം. എന്നിട്ട് അതിൻ്റെ കമൻസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയോ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയോ ഇന്നോവേറ്റീവ് ഓതേഴ്സ് ഇന്റർനാഷണൽ ഫോറത്തിൻ്റെ ഈ വീഡിയോയുടെ താഴെയോ ഇടണം. നമ്മൾ വായനക്കാർ പറയുന്ന കമൻറ്റുകൾ കേൾക്കുന്നതാണ് ഏതൊരു എഴുത്തുകാരനെ ഏറ്റവും വലിയ പ്രചോദനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ഇന്നോവേറ്റീവ് ഓതേഴ്സ് ഇന്റർനാഷണലിലൂടെ ചെയ്തു പോയതുപോലെ എഴുത്തിനെയും സാഹിത്യത്തിനെയും സാഹിത്യകാരന്മാരെയും അകമഴിഞ്ഞ് നമുക്ക് പിന്തുണയ്ക്കാം.